അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ട്. അതിന് പിന്നിൽ പ്രസിഡന്റിൻ്റെ നയങ്ങളുമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് സത്യമാണോ? സത്യത്തിൽ എന്താണ് അമേരിക്കയെ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ തള്ളിവിടുന്ന കാര്യങ്ങൾ? അതായത് അമേരിക്ക ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നറിയാം. ഒന്ന് ട്രംപിൻ്റെ വികല നയങ്ങൾ തന്നെയാണ്. പക്ഷേ അസ്ഥിരപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളാണ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുമാനം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ സംസാരിക്കുന്നില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇതിന് കാരണം രണ്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യയുടെ ഒരു വലിയ ജനവിഭാഗം അമേരിക്കയിലുണ്ട്. രണ്ട്, ഇനി അങ്ങോട്ട് പോകാനിരിക്കുന്നവരുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ് അമേരിക്ക ഒരു സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം കൂടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അത് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അവരുടെ സർക്കാരുകൾ എടുക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾക്ക് വിപരീതമാണ് അവിടുത്തെ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ്, അതായത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, ബാങ്കുകളുടെ ബാങ്കാണെന്നാണല്ലോ റിസർവ് ബാങ്കിന് അറിയപ്പെടുന്നത്, അതുപോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്. ഈ ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ്, അതായത് ജൂലൈയിലെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്നിരിക്കുന്ന മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും അവരുടെ ചെയർമാനായിട്ടുള്ള, അവരുടെ ഹെഡായിട്ടുള്ള ജെറോം പൗവൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇല്ലെങ്കിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ് എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിലക്കയറ്റം രണ്ട് രീതിയിലുണ്ടാകാം. ഒന്ന് എന്ന് പറയുന്നത് സാധനങ്ങളുടെ വില കൂടുന്നത്. സാധനങ്ങൾ, അതായത് വലിയ തോതിൽ ഈ പറയുന്ന ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ, യുദ്ധം വന്നാൽ വിലക്കയറ്റം ഉണ്ടാകും. ഭക്ഷ്യക്ഷാമം, ഇപ്പോൾ വസ്തുക്കളൊന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ നയിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു ഇൻഫ്ലേഷൻ്റെ സിറ്റുവേഷൻ അമേരിക്കയിലില്ല. പിന്നെ രണ്ടാമത് എന്താണ്? ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതാകുമ്പോൾ, പണം കൂടുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഈ രണ്ട് കാരണങ്ങളാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ കാരണമല്ലാന്ന് നമുക്കറിയാം. പിന്നെ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടായി വാങ്ങൽ ശേഷി കൂടി, ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഉണ്ടാവുക. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജെറോം പൗവൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇൻഫ്ലേഷനാണ്. പക്ഷേ കണക്കുകളും കാര്യങ്ങളും അവിടുത്തെ സാമൂഹികവുമായിട്ടുള്ള വിപണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ ഉണ്ടാകുന്നത് ഡിസ്ഇൻഫ്ലേഷനാണെന്നുള്ളത്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു. അതായത് ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ കയ്യിൽ കൃത്യമായി ഒരു വരുമാനം എത്താൻ തുടങ്ങി. ഈ വരുമാനം എത്തിയതോടുകൂടെ ഒന്നോ രണ്ടോ നേരം ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാർ കൂടുതലായിട്ട് വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതോടുകൂടി ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി വില ഉയരും. ഇല്ലെങ്കിൽ സപ്ലൈ കട്ടായാൽ, അതായത് സപ്ലൈ കുറഞ്ഞാൽ വില കൂടും. ഒരു വസ്തുവിൻ്റെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ ലഭ്യത കുറഞ്ഞു. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. കർക്കിടക മാസത്തിൽ ചക്ക ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിൽ മഴക്കാലത്തിൽ ശരിക്കും ചക്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ചക്ക ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ചക്കയ്ക്ക് വില കുറവായിരിക്കും. എന്നും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് വീട്ടിൽ ചെല്ലുമ്പം ചക്ക തോരൻ, അല്ലെങ്കിൽ ചക്ക മെഴുക്കുവരട്ടി, ഇല്ലെങ്കിൽ ചക്ക എരിശ്ശേരി. അപ്പോൾ ഇതെന്തോ ചക്ക മാത്രമേ ഉള്ളൂ ഇവിടെ, നമ്മൾ അമ്മയടുത്ത് ചോദിക്കും. അപ്പോൾ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ ഒരു ഇതായിരിക്കും. വൈകുന്നേരം ചായ കുടിക്കായിരിക്കും ഇത് ചക്ക അപ്പം. അപ്പോൾ ഇതാണ്, ഇല്ലെങ്കിൽ ചക്ക വറ്റൽ, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചക്ക എന്ന് പറയുന്ന സാധനം ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കിട്ടുമ്പോൾ അതിന് വിലയും കുറവായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ 500 രൂപയൊക്കെയാണ് ചക്കയ്ക്ക്, ഒരു ചക്ക മുഴുവൻ ചക്കയുടെ വില നമ്മുടെ ഈ പറയുന്ന നഗരമേഖലയിലൊക്കെ. അപ്പോൾ അത്രയും വിലയുള്ള ചക്ക, അതായത് ചിക്കനേക്കാട്ടിലും വിലയാണെന്നാണ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു കോഴി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചക്ക വാങ്ങിക്കാനാകുമെന്നുള്ളത്. അപ്പോൾ ചക്ക അങ്ങനെ വില കുറയും ഇപ്പോൾ ചക്ക ഒരുപാട് കിട്ടുമ്പോൾ. അതുപോലെയാണ് ഈ പറയുന്ന ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു കാര്യം. ഇപ്പോൾ ചക്ക കിട്ടാത്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വില കൂടും. 50 പേര് എൻ്റെ കയ്യിലുള്ള ഒരു ചക്ക വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ വില കൂട്ടും. ഇനി ചക്ക കിട്ടാനേ ഇല്ല, എൻ്റെ കയ്യിൽ ചക്ക കിട്ടാനേ ഇല്ല എങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കാൽഭാഗം ചക്കയായിരിക്കുന്നത്, ഇനി വളരെ ചെറിയ ചക്കയാണ് ഇരിക്കുന്നത്, 50 പേരില്ല 10 പേരേ ഉള്ളൂ, എങ്കിലും വില കൂടും. അപ്പോൾ സപ്ലൈ കുറഞ്ഞാലും ഡിമാൻഡ് കൂടിയാലും ഇതിൻ്റെ വില കൂടുമെന്നുള്ളത്, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ അല്ല, ഡിസ്ഇൻഫ്ലേഷനാണെന്ന് പറഞ്ഞു. അതായത് ഇൻഫ്ലേഷൻ ഈ പറയുന്ന ജനങ്ങളുടെ കൈ പണപ്പെരുപ്പം ഉണ്ടായതില്ല,
പണത്തിൻ്റെ ലഭ്യത ജനങ്ങളുടെ കയ്യിൽ കുറഞ്ഞതാണ് അവിടുത്തെ കാര്യമെന്ന്. എന്നാൽ ഡിഫ്ലേഷനുമല്ല. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണപ്പെരുപ്പം ഇല്ലായ്മയാണ് ഈ പറയുന്ന പണപ്പെരുപ്പത്തിൻ്റെ അഭാവമാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതല്ല, അവിടെ നടക്കുന്ന ഡിസ്ഇൻഫ്ലേഷനാണ്. പണപ്പെരുപ്പത്തിൻ്റെ തോത് കുറയുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഉൽപ്പന്നത്തിൻ്റെ, ബർഗർ കമ്പനിയാണ്, നമുക്കറിയാമല്ലോ ബർഗർ അതുപോലുള്ള പ്രോഡക്റ്റുകൾക്ക്, ഈ KFC ഒക്കെ പോലെ അമേരിക്കൻ ഫുഡ് വിൽക്കുന്ന കമ്പനി. അപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, അത് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നു. 15% വരെയാണ് വില കുറച്ചത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വാങ്ങിക്കുന്നതിൻ്റെ തോത് കുറഞ്ഞു. ആ തോത് കുറയാനുള്ള കാരണം എന്താ? ജനങ്ങളുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് നേരത്തെ ജെറോം പൗവൽ പറഞ്ഞതോ അത് തെറ്റാണെന്നാണ് ഈ വിപണി മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിന് വില കൂടണ്ടേ? ഇപ്പോൾ അമേരിക്ക പറയുകയാണ് ഇവിടെ വിലക്കയറ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ബ്രെഡ് 30 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ $10 കിട്ടിക്കൊണ്ടിരുന്നത് $12 ആവണം. അതാവുന്നില്ല. $8 ആവുന്നെങ്കിൽ അവിടെ പണപ്പെരുപ്പമല്ല, ആൾക്കാർ വാങ്ങിക്കുന്നില്ല, അവിടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ സപ്ലൈ കൂടിയിരിക്കുന്നു. സപ്ലൈ കൂടിയതല്ല എന്ന് നമുക്കറിയാം, അവിടെ ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലല്ലോ. അവിടെ ഉള്ള അപ്പോൾ എന്താ? ഡിമാൻഡ് കുറഞ്ഞു, ആൾക്കാർ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഡിമാൻഡും സപ്ലൈയും പ്രൈസും തമ്മിലുള്ള ഒരു ഇക്വേഷൻ മനസ്സിലായല്ലോ. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ വില കൂടും, സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ വില കൂടും. അപ്പോൾ ഇപ്പം അവിടെ ഇല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ ഈ പറയുന്ന വില കൂടുന്നതിനുള്ള ഈ 2 കാരണങ്ങളല്ലാതെ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് മറ്റൊരു കാരണം നമ്മൾ പറഞ്ഞത്. പണം കൂടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപയാണ് എനിക്ക് വരുമാനമെങ്കിൽ നാളെ അത് 1,00,000 ആകുന്നെങ്കിൽ ഞാൻ ആ 50,000-ൽ നിന്നാവും. ഇപ്പോൾ സാധാരണ ചിലവാക്കുന്ന ഒരു സേവിങ്സോ എല്ലാം കഴിഞ്ഞിട്ട് 40,000 ആണെങ്കിൽ ഞാൻ വിചാരിക്കും ഒരു 75,000 ചിലവാക്കാം, 25,000 സേവ് ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ ചിലവഴിക്കൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കല്ല അവിടുത്തെ ഇരിക്കുന്നത്. അവിടുത്തെ തൊഴിൽ രംഗത്ത് വലിയ ഇടിവുണ്ടായിരിക്കുന്നു, ആൾക്കാർക്ക് തൊഴിലില്ലാതായിരിക്കുന്നു. നമുക്ക് അമേരിക്കയുടെ മുൻകഥകൾ പറയാമല്ലോ. അമേരിക്കയുടെ ബാങ്കുകൾ തകർന്നപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് ബാങ്ക് ജപ്തി ചെയ്യാൻ തുടങ്ങി. ബാങ്കിൻ്റെ പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ? ഇപ്പോൾ ബാങ്ക് ഇതൊരു 10,000 പേര് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാങ്കുമായിട്ട് ഇടപാട് നടത്തുന്നുണ്ട് 10,000 പേര്. അതിൽ 6,000 പേര് അവിടെ നിക്ഷേപിച്ചവരാണ്, 4,000 പേര് അവിടെ നിന്ന് കടം വാങ്ങിയവരാണ്. ഈ 6,000 പേരിൽ ഒരു 3,000 പേര് അവിടെ ചെന്ന് പെട്ടെന്ന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ ആ ബാങ്ക് ഉടനടി ചെയ്യുന്ന നടപടി എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത 4,000 പേരിൽ നിന്ന് ഒരു 3,000 പേരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ നോക്കും. അപ്പോൾ അമേരിക്കയിലെ ബാങ്കുകൾ തകർന്ന ഒരു റിസഷൻ ടൈം ഉണ്ടായിരുന്നല്ലോ. ആ റിസഷൻ ടൈമിൽ എന്താ ചെയ്തത്? ഇവർ ലോൺ കൊടുത്തിരുന്ന ആൾക്കാരിൽ നിന്ന് മുടങ്ങിക്കിടന്ന ലോണുകളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ ജപ്തി നടപടികളിലേക്ക് പോയപ്പോൾ ആൾക്കാർക്ക് വീടുകൾ ഉപേക്ഷിച്ച് കാറുകളിൽ കിടന്നുറങ്ങേണ്ടി വന്നു. അപ്പോൾ കിടന്നുറങ്ങാൻ കാറെങ്കിലും അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് കാറല്ല, അവർക്ക് ചെറിയ വീടാണ് ആദ്യം ഉണ്ടാവുക. അവിടെ വീടില്ലാത്തവർക്കും കാറുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് ആഗോളതലത്തിൽ തന്നെ പറയുന്നത്. ഇത് മക്ഡൊണാൾഡ്സിൻ്റെ കാര്യം മാത്രമല്ല, അവിടുത്തെ വിപണി പൊതുവെ ദുർബലമായിരിക്കുന്നു. വാൾമാർട്ട് എന്ന് പറയുന്ന റീറ്റെയിൽ ശൃംഖലയുണ്ടല്ലോ, പലചരക്ക് കടയാണ്, വലിയ കടയാണ്. അപ്പോൾ ആ പലചരക്ക് കടയിൽ നിന്നുള്ള സാധനങ്ങളും വിൽപ്പനയും കുറഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഹോം ഡിപ്പോട്ടിൻ്റെ വിൽപ്പനയിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇനി ടാർഗറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രവചനങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല, വിപണി വളരുന്നില്ല, മാർക്കറ്റ് വളരുന്നില്ല, ആൾക്കാരുടെ കയ്യിൽ പണമില്ല, തൊഴിൽ ലഭ്യത കുറഞ്ഞിരിക്കുന്നു. വൻതോതിൽ തൊഴിലില്ലായ്മ അമേരിക്കയെ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പണപ്പെരുപ്പമുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഡിമാൻഡ് കുറയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ പണപ്പെരുപ്പമുള്ള സമ്പദ് വ്യവസ്ഥയല്ല, ഡിമാൻഡ് കുറയുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതിനർത്ഥം വരുമാനം കുറയുന്നു എന്നുള്ളതാണ്. വർദ്ധിക്കുന്ന ഉപഭോക്തൃ പ്രതിസന്ധി അമേരിക്കയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പുറത്തുനിന്ന് പറയുന്നതല്ല. ഇതിനെ കൃത്യമായിട്ട് ക്രിസ്റ്റഫർ വാലറും മിഷേൽ ബോമാനും എന്ന് പറയുന്ന 2 ഫെഡറൽ റിസർവിനകത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല, മാറ്റം വേണം, നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരാനുള്ള തീരുമാനം തെറ്റാണെന്ന് പറയുന്നത്. മുൻ ഫെഡറൽ ഉദ്യോഗസ്ഥൻ ജെയിംസ് ബുള്ളാർഡും ഇതേ കാര്യം പറയുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ 100 ബേസിസ് പോയിൻറ്റുകളിൽ നിരക്ക് കുറച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. അതിനെ അത്രയും ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത്രയും നമ്മുടെ ഇവിടെ റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന ചർച്ചയൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ വിപണിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പണത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ബാങ്കുകളുടെ റിസർവ് അതായത് കരുതൽ ധനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും മെക്കാനിസവും ഒക്കെ ഉണ്ട്. ഈ മെക്കാനിസത്തിനകത്ത് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തി അത് ഉപയോഗിച്ചുകൊണ്ട് വിപണി സംരക്ഷിച്ച് തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ
അതിനു വേണ്ടി അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ദുർബലാവസ്ഥയിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനായിട്ട് ജെറോം പവലിന് കഴിഞ്ഞെന്ന് വരില്ല. ജെറോം പവലിന് അത് കഴിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന നടപടികളെങ്കിലും എടുത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അമേരിക്കയിലുണ്ടാവും. ജാക്സൺ ഹാളിൽ വൈകാതെ ജെറോം പവലിൻ്റെ ഒരു പ്രഭാഷണം വരുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ എന്തൊക്കെ പറയും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കിയിരിക്കുകയാണ് ജനം എന്നുള്ളതാണ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ കൂടെ അമേരിക്ക കടന്നു പോകുമ്പോഴാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റും ഏറ്റവും കരുത്തുറ്റ ഒരു സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള ഇന്ത്യയെ ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനം അമേരിക്ക എടുക്കുന്നത്. ഇത്രയേറെ വിള്ളൽ ബാധിച്ചിരിക്കുന്ന ഒരു എക്കോണമി ഇന്ത്യയെ ഉപേക്ഷിച്ച് പോകുന്നു, ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നു, വിശ്വാസ്യതയിൽ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇതിനും വലിയ ഒരു പ്രശ്നം വരാനില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് പതനത്തിലാണ്. കാരണം ഇതൊരു സൈക്കിളല്ലേ. അതായത് വാങ്ങാനുള്ള ശേഷി കുറയുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ പണമില്ല, അവർ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് വാങ്ങാൻ ഉള്ള പ്രവൃത്തി നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം കുറയും, അപ്പോൾ ഉൽപ്പാദനം കുറയും. ഇപ്പോൾ ഉൽപ്പാദനത്തിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഉൽപ്പാദനത്തിൽ കുറഞ്ഞു വരുമ്പോൾ, വാങ്ങൽ ശേഷി കുറയുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കുറയ്ക്കേണ്ടി വരും. ഉൽപ്പാദനത്തിൽ കുറവ് വരുമ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തെ ബാധിക്കും. ഇങ്ങനെ വലിയ തോതിലുള്ള ജാക്മ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അമേരിക്കയുടെ എക്കോണമിയെ ബാധിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും പറഞ്ഞിരുന്നു അവരുടെയൊക്കെ ഉൽപ്പാദനത്തിന് വേണ്ട കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നുള്ളത്. ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല വേണ്ടത്, അവരുടെ ചെലവുകളെ നിയന്ത്രിക്കുക കൂടെയാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നു വിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ അവർക്ക് യാതൊരു നിയന്ത്രണവും സർക്കാരിൻ്റെ ചെലവുകളിലില്ല. നിയന്ത്രണമില്ലാത്ത ഒരു മാർക്കറ്റിനെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ അമേരിക്ക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും. എന്തായാലും ആ ഘട്ടത്തിലൊക്കെയാണ്, ഇത്രയും പ്രതിസന്ധി നേരിടുന്ന സർക്കാരാണ് ഇല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ വരുന്നത്. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമീപഭാവിയിൽ ഈ പറയുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകും. ഇത് പൊട്ടാൻ പോകുന്ന ചിട്ടിക്കമ്പനിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.